വേനൽക്കാലത്തെ ചൂട് കാരണം പല ആളുകൾക്കും നല്ല ക്ഷീണം വരും, തലകറക്കം വരും, തലവേദന വരും, ശരീരത്തിലൊട്ടാകെ വേദന വരും. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ജലാംശം കുറയുന്നതും അതിന് പുറമെ ശരീരത്തിലെ ലവണങ്ങൾ കുറയുന്നതുമാണ്. ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ശരീരത്തിൽ നിന്നും വിയർപ്പിലൂടെ സോഡിയവും പൊട്ടാഷ്യവും അടക്കമുള്ള ലവണങ്ങൾ നഷ്ടപ്പെടുന്നത് ഹൃദയത്തിന്റെ ജോലി വർദ്ധിപ്പിക്കും. മാത്രമല്ല ബിപിയിൽ വ്യത്യാസങ്ങൾ വരാം, ഹൃദയമിടിപ്പിലെ താളം തെറ്റലുകൾ സംഭവിക്കാം, രക്തത്തിന്റെ കട്ടി കൂടാം, എന്തിനേറെ കിഡ്നിയുടെ ആരോഗ്യത്തെ വരെ ഇത് ബാധിച്ചേക്കാം. ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുമ്പോൾ അത് തടയാൻ ഒരുപാട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് മാത്രം ചിലപ്പോൾ കാര്യമായ ഫലം ലഭിക്കണമെന്നില്ല. കാരണം എന്താണ്? വെള്ളത്തോടൊപ്പം ഈ ലവണങ്ങളും ശരീരത്തിന് കിട്ടണം. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഫ്രൂട്ട്സ് വഴി ശരീരത്തിലേക്ക് ജലാംശം കിട്ടുകയാണെങ്കിൽ അത് ശരീരത്തിലെ കോശങ്ങളിൽ വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടും. ഇതിന് സെല്ലുലാർ ഹൈഡ്രേഷൻ എന്നാ പറയാം. ഇങ്ങനെ ഉയർന്ന അളവിൽ ജലാംശവും മിനറലുകളുമുള്ള 5 പഴങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒന്നാമത്തത് തണ്ണിമത്തനാണ്, വാട്ടർമെലൺ. ഇതിനകത്ത് 92% ജലാംശമുണ്ട്. വേനൽക്കാലത്ത് ഏറ്റവും അനുയോജ്യമായ പഴങ്ങളിൽ ഒന്നാണിത്. മാത്രമല്ല തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്ന സിട്രുലിൻ എന്ന അമിനോ ആസിഡ് ശരീരത്തിൽ വെച്ചിട്ട് നൈട്രിക് ഓക്സൈഡ് എന്ന നല്ലൊരു കെമിക്കലായിട്ട് മാറുകയാണ്. ഇത് രക്തധമനികളെ വികസിപ്പിക്കും, രക്തയോട്ടം എളുപ്പത്തിലാക്കും. മാത്രമല്ല തണ്ണിമത്തനിൽ ലൈക്കോപ്പീൻ എന്ന് പറയുന്ന മറ്റൊരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഇത് രക്തധമനികളുടെ കേട് കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. നല്ല അളവിൽ പോഷകവും ജലാംശമുള്ള രണ്ടാമത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് സ്ട്രോബെറിയാണ്. ഇതിനകത്ത് 91% ജലാംശമുണ്ട്. മാത്രമല്ല സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, ഫ്ലാവനോയിഡ്സ് ഇതൊക്കെ രക്തധമനികളുടെ ഉള്ളിലുള്ള തൊലിയായ എൻഡോതീലിയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. അതിന് പുറമെ സ്ട്രോബെറിയുടെ ഗ്ലൈസിമിക് ലോഡ് വളരെ കുറവാണ്. അത് കാരണം പ്രമേഹ രോഗികൾക്കും മിതമായ അളവിൽ ഇത് കഴിക്കാം. ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്നില്ല. മൂന്നാമത്തത് ഷമാം എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഇതിനകത്ത് 90% ജലാംശമുണ്ട്. ഉയർന്ന അളവിൽ പൊട്ടാഷ്യം ഉണ്ട്. നമുക്കറിയാം പൊട്ടാഷ്യം ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കാനും ബിപി കൃത്യമായി നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ്. ഷമാമിന്റെ ഏറ്റവും വലിയൊരു മെച്ചം എന്താണെന്നറിയോ? ചൂടുകാലത്ത് ജലാംശം കുറഞ്ഞിട്ടുണ്ടാവുന്ന മസിൽ പെയിനുകൾ അത് തടയാൻ ഇതിനകത്തെ ഇലക്ട്രോലൈറ്റുകൾ സഹായിക്കുന്നു. നാലാമത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് നല്ല ജലാംശം തരും, അതിനൊപ്പം രോഗപ്രതിരോധ ശേഷിയും കൂട്ടിത്തരും. ഇതാണ് ഓറഞ്ച്. ഇതിനകത്ത് 87% വെള്ളമുണ്ട്. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന സോല്യൂബിൾ ഫൈബറുകൾ കൊളസ്ട്രോൾ ആഗിരണം ചെയ്യുന്നത് കുറക്കും. അതുവഴി ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയും. അതുവഴി നമുക്ക് കൊളസ്ട്രോൾ കൂടില്ല. മാത്രമല്ല ഇതിനകത്ത് ഉയർന്ന ജലാംശം കിഡ്നിയിൽ കല്ലുണ്ടാവാനുള്ള സാധ്യതയും കുറച്ചു തരും. കഠിനമായ ചൂടിൽ പുറംപണിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന പൊട്ടാഷ്യം തിരിച്ചെടുക്കാൻ ഓറഞ്ച് സഹായിക്കും. അഞ്ചാമത്തത് നമ്മുടെ ദഹനത്തെയും ജലാംശത്തെയും ഒരേ സമയം സഹായിക്കുന്ന പൈനാപ്പിൾ ആണ്. ഇതിനകത്ത് 86% വെള്ളമാണ്. പൈനാപ്പിളിൽ ബ്രോമലീൻ എന്ന് പറയുന്ന ഒരു എൻസൈം കെമിക്കൽ ഉണ്ട്. ഇത് ശരീരത്തിലെ നീർക്കെട്ട് തടയാൻ സഹായിക്കും. മാത്രമല്ല പൈനാപ്പിളിനകത്ത് വെള്ളത്തിനോട് കൂടെ നല്ല അളവിൽ മാംഗനീസ് അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലിന്റെ ആരോഗ്യത്തിനും ശരീരത്തിലെ മെറ്റബോളിസം കൃത്യമാക്കാനും അത്യാവശ്യമാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തത് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുക. ഫ്രൂട്ട്സുകൾ നമ്മൾ ജ്യൂസ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അതിനകത്ത് ഫൈബർ കണ്ടന്റ്, നാരുകൾ നഷ്ടപ്പെടും. അതുവഴി ഫ്രൂട്ട്സിലുള്ള ഫ്രക്ടോസ് പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുത്തനെ കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ചവച്ചരച്ച് പതുക്കെ കഴിക്കുക. രണ്ടാമത്തത് ഫ്രൂട്ട്സിൽ കൃത്രിമമായിട്ട് പഞ്ചസാര ചേർക്കുന്നത് ശരീരത്തിലെ നിർജ്ജലീകരണം കൂട്ടുകയാണ് ചെയ്യുക. മൂന്നാമത്തത് ഹൃദ്രോഗികളും വൃക്കരോഗികളും ശ്രദ്ധിക്കണം കേട്ടോ. വിട്ടുമാറാത്ത കിഡ്നിയുടെ അസുഖമുള്ളവർക്ക് പൊട്ടാഷ്യം കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് കുറച്ച് റിസ്ക് ആണ്. ഇങ്ങനെയുള്ള രോഗികളിൽ ശരീരത്തിൽ പൊട്ടാഷ്യം കൂടിയാൽ അത് പെട്ടെന്ന് ഹൃദയത്തെ ബാധിക്കും. നാലാമത്തത് ഉച്ച സമയത്തുള്ള കടുത്ത ചൂടിൽ ശരീരത്തിൽ നിന്ന് ജലാംശം വേഗത്തിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണ്. നല്ല ഉന്മേഷം തിരിച്ചു കിട്ടും. അഞ്ചാമത്തത് വേനൽക്കാലത്ത് ജലത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക.